നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ ജീവിതത്തിൽ എല്ലാം നേടിയിരിക്കുന്നു. നേടാത്തത് ഒന്ന് മാത്രം, വ്യവഹാരം. നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ ജീവിതത്തിൽ എല്ലാം നേടി, പക്ഷേ അദ്ദേഹം നേടാത്തത് ഒന്ന് മാത്രം, വിവരം. അദ്ദേഹത്തിന്റെ വിവരക്കേടായ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. രാജീവരവിന്റെ അടുത്ത് ഞാൻ എത്രയോ ആവർത്തി പറഞ്ഞിരിക്കുന്നു, എനിക്ക് വേഗം മരിച്ച് പുനർജനിച്ച് നിങ്ങളുടെ താഴമൺ കുടുംബത്തിൽ ജനിക്കണം, തന്ത്രിമുഖ്യനായിട്ട് ഇവിടെ വന്ന് എന്റെ അയ്യനെ നിങ്ങൾ ചെയ്യുന്നത് പോലെ മുദ്ര ചാർത്തി ഊട്ടണം, ഉണർത്തണം, ഉറക്കണം, മന്ത്രങ്ങൾ ചൊല്ലി ഉത്തേജിപ്പിക്കണം, ആ തേജസ് ആകിരണം ചെയ്തെടുത്ത് ശക്തിമത്തായി അണ്ണാ നമിച്ചിരിക്കുന്നു, അണ്ണാ നമിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ന്യായമാണോ? അല്ല. ചത്തുപോയിക്കൊണ്ട് അടുത്തൊരു ജന്മം എടുത്തുകൊണ്ട് ബ്രാഹ്മണനായി ജനിച്ച് എൻ്റെ അയ്യനെ തൊഴണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അണ്ണാ, അതിനു മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കൂ, ബുദ്ധി വെച്ച് ആലോചിക്കൂ. നിങ്ങളുടെ അയ്യനെ പോയി തൊഴാൻ, അടുത്ത് പോയി തൊഴാൻ ആരാണ് തടസ്സം? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആൾക്കാർ ഒരുപാടില്ലേ കേരളത്തിൽ? അവർക്കും നിങ്ങളുടെ പോലെ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, എൻ്റെ അയ്യനെ തൊഴാൻ ആരാണ് തടസ്സം? ആ തടസ്സത്തെ ഞാൻ മാറ്റും എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ യഥാർത്ഥ ദൈവത്വം അയ്യന് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന് മുന്നിൽ എല്ലാ സൃഷ്ടികളും ഒന്നാണ്. അവിടെ ബ്രാഹ്മണനോ വൈശ്യനോ ക്ഷത്രിയനോ ദളിതനോ എന്ന പക്ഷഭേദം ദൈവത്തിന് ഒരിക്കലുമില്ല. ദൈവം സൃഷ്ടിച്ചതല്ലേ നിങ്ങളെയും ഈ മനുഷ്യനെയും? നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളാണ്. ആ ബോധം എന്തേ നിങ്ങൾക്കില്ലാതെ പോയത്? അപ്പോൾ സുരേഷ് അണ്ണ, ഞാൻ പറയുന്നു, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അയ്യനടുത്ത് തൊഴാൻ ആരാണ് തടസ്സം എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് ആ അയ്യനടുത്തേക്ക് നേരിട്ട് പോകാൻ വഴിവെട്ടുക. എന്നിട്ട് ഇഷ്ടം പോലെ നിങ്ങളുടെ അയ്യനെ നിങ്ങൾ തൊഴുക. അതുപോലെ അയ്യനെ തൊഴുവാൻ ആഗ്രഹമുള്ളവരും വന്ന് തൊഴട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്?